Hello, my dear students. In this class, we are talk about central bank and its characteristics of central bank. What is a central bank? Central bank is a financial institution given privilege, control over the production and distribution of money and credit for a nation or a group of nations. ഒരു എന്താ പറയുക സെൻട്രൽ ബാങ്കാണ് റെസ്പോൺസിബിൾ ഫോർ ഫോർമുലേഷൻ ഓഫ് മോണിറ്ററി പോളിസി ആൻഡ് റെഗുലേഷൻ ഓഫ് മെമ്പർ ബാങ്ക്സ്. അതായത് ഒരു രാഷ്ട്രത്തിലെ മോണിറ്ററി പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നതും അത് ഓപ്പറേറ്റ് ചെയ്യുന്നതും അതായത് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ഇക്കണോമിക് പോളിസീസ് ഒക്കെ മോണിറ്ററി പോളിസിയുടെ ഭാഗമാണ്. ഒരു കൺട്രിയുടെ ഇക്കണോമിക് പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതർ ബാങ്ക് കൺട്രോൾ ഓൾ ബാങ്ക്സ് ഫങ്ഷൻ കൺട്രിയിലെ എല്ലാ ബാങ്കിലും കൺട്രോൾ ചെയ്യുന്ന ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ബാങ്കേഴ്സ് ബാങ്കാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ സെൻട്രൽ ബാങ്ക് ഇസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗിവൺ പ്രിവിലേജ് കൺട്രോൾ ഓവർ ദി പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മണി ആൻഡ് ക്രെഡിറ്റ് ഫോർ എ നാഷൻ. അപ്പം ഇങ്ങനെയാണ് സെൻട്രൽ ബാങ്ക് ഇസ് എ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ദാറ്റ് യൂഷ്വലി ഹാസ് എ പവർ ടു റെഗുലേറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, create monetary policies and provide financial services. The main help is to stabilize the currency of a nation, prevent inflation and keep unemployment low. ഓക്കെ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ സെൻട്രൽ ബാങ്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് അപ്പെക്സ് ബാങ്ക് ഓർ സുപ്രീം ബാങ്ക് ഓഫ് എ കൺട്രിയാണ്. ദാറ്റ് ഹാസ് പവർ ടു റെഗുലേറ്റ് ദി കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ, അതായത് അതല്ലെങ്കിൽ ഓൾ ബാങ്ക്സ് ഫങ്ഷൻ ഇൻ ദി കൺട്രി. കൊമേഴ്ഷ്യൽ ബാങ്ക് ആണെങ്കിലും ഓൾ ബാങ്ക്സ് ഫങ്ഷൻ കൺട്രിയിലെ ഫങ്ഷൻ ബാങ്കിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ട്. ആൻഡ് ദേ ക്രിയേറ്റ് മോണിറ്ററി പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നു ആൻഡ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ സർവീസസ് കൊടുക്കുന്നു. ദേ ഹെൽപ്പ് ടു സ്റ്റെബിലൈസ് കറൻസി ഓഫ് ദി നാഷണൽ കറൻസി സ്റ്റെബിലൈസ് ചെയ്യുക, ഇൻഫ്ലേഷൻ പ്രിവെൻറ്റ് ചെയ്യുക, ആൻഡ് അൺഎംപ്ലോയ്ഡ് ലോ ചെയ്യുക. ഇതാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ക്രൈസിസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൺട്രോൾ നാഷണൽസ് മോണിറ്ററി പോളിസിയാണ്. ഒരു നാഷണൽ മോണിറ്ററി പോളിസീസ് ഒരു നാഷണൽസിൻ്റെ മോണിറ്ററി പോളിസി കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്? സെൻട്രൽ ബാങ്കാണ്. സെൻട്രൽ ബാങ്കിലാണ് നമ്മൾ അതായത് ഗ്രോത്ത് ഓഫ് എക്കോണമി മോണിറ്ററി പോളിസി എക്സ്പാൻഷനും കോൺട്രാക്ഷനും, അതായത് ബൂസ്റ്റ് ചെയ്യാനും സ്ലോ ചെയ്യിക്കുന്നതൊക്കെ ഏതൊക്കെയാണ്? ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും അല്ലെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എന്തായിരിക്കും? സെൻട്രൽ ബാങ്കാണ്. സെൻട്രൽ ബാങ്ക് ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കൺട്രോൾ ചെയ്യുന്നത്. ഇൻഫ്ലേഷനൊക്കെ ചെയ്യുന്നത്, എക്കോണമിയെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ സെൻട്രൽ ബാങ്കാണ്. ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയ പോലെ US സെൻട്രൽ ബാങ്ക് ഫെഡറൽ റിസർവ് എന്ന് അറിയപ്പെടും. അപ്പോൾ നമുക്ക് സെൻട്രൽ ബാങ്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുകയാണെങ്കിൽ സെൻട്രൽ ബാങ്ക് ഇസ് അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സുപ്രീം ബാങ്ക് ഓഫ് എ കൺട്രിയാണ്. ത്രൂ വിച്ച് നമ്മൾ പറഞ്ഞു മോണിറ്ററി പോളിസീസ് ഇക്കണോമിക്സ് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും കൺട്രോളിങ് ദി ഓൾ ബാങ്ക്സ് ഓഫ് എ കൺട്രി. പബ്ലിക് വെൽഫെയറിന് വേണ്ടിയിട്ട് മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെൻട്രൽ ബാങ്ക് ഇസ് ടു മാക്സിമൈസ് പബ്ലിക് വെൽഫെയർ ആണ്. ഓക്കെ, പിന്നെ ഒരു മെയിൻ പ്രോഫിറ്റ് മോട്ടീവ് അല്ല. ലൈക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രോഫിറ്റ് ആണെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ നോ പ്രോഫിറ്റ് മോട്ടീവാണ്. ദി മെയിൻ എയിം ടു റെഗുലേറ്റ് ഇക്കണോമിക് ആക്ടിവിറ്റി ഓഫ് എ കൺട്രി. സെൻട്രൽ ബാങ്കിൻ്റെ ഓണർ എന്ന് പറയുന്നതായിരിക്കും ഓൺഡ് ബൈ ഗവൺമെൻറ് ആണ്. ഓക്കെ, നോ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ അല്ല, ഗവൺമെൻറ് ആണ് ഉണ്ടാവുക. കൺട്രോൾ ഓഫ് എക്കോണമി കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. ഇക്കണോമിക് പോളിസീസ് ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ ടെൻഡൻസി അതിനെ കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. വൈഡ് പവർ ആയിരിക്കും സെൻട്രൽ ബാങ്കിന്. വൈഡ് പവർ ഉണ്ട് ഇക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കാണ്. നാഷണൽ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് നാഷണൽ ഗവൺമെൻറ് പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കോപ്പറേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. ഒരു പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസും ഉണ്ടാവില്ല സെൻട്രൽ ബാങ്കിൽ. ഫ്രീ ഫ്രം ഓൾ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് എന്ന് ഫ്രീ ആയിരിക്കും. ഇന്നത്തെ കേസിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്കറിയാം. RBI ഗവർണേഴ്സിൻ്റെ ഒക്കെ എന്താ പറയുക, അവർ റിസൈൻ ചെയ്യുന്നതും ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിനെ കുറിച്ചിട്ട്.
പൊളിറ്റിക്കൽ ഇൻ്റർഫിറൻസ് ഇല്ല എന്നാണ് പറയുന്നത് പൊതുവെ. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഇത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹി കൺട്രോൾ ഓൾ അതർ ബാങ്ക്സ് ഇൻ എ കൺട്രിയാണ്. ദേ ആർ ഹെൽപ്പ് ടു സ്റ്റെബിലൈസ് ആൻഡ് റെഗുലേറ്റ് ഇക്കണോമിക് പോളിസിയാണ്. കറൻസി സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതർ ബാങ്ക്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവർ വെൽഫെയർ, സൊസൈറ്റിയുടെ വെൽഫെയറാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ്റാണ് ഓണർ എന്ന് പറയുന്നത്. എക്കോണമിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നാഷണൽ ഗവൺമെൻറ്റിനെ അതായത് പോളിസി മേക്കിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ഇല്ല. ഇതൊക്കെയാണ് സെൻട്രൽ ബാങ്കിനെ കുറിച്ച് പറയുകയാണത്. അപ്പോൾ സെൻട്രൽ ബാങ്ക് ഈസ് എ ബാങ്ക് വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ദി അപ്പെക്സ് ഓഫ് മോണിറ്ററി ആൻഡ് ബാങ്കിങ് സ്ട്രക്ചർ ഓഫ് എ കൺട്രി. സോ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജിങ് ദി എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഓഫ് വോളിയം ഓഫ് മണി. പബ്ലിക് വെൽഫെയറിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വോളിയം ഓഫ് മണി എക്സ്പാൻഷനും കോൺട്രാക്ഷനും നടത്തുന്ന റെസ്പോൺസിബിലിറ്റി സെൻട്രൽ ബാങ്കിനാണ്. പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് പറയണത്. കൺട്രോൾ ചെയ്യണത് ഇക്കോണമി, സപ്ലൈ ഓഫ് മണി ആൻഡ് ക്രെഡിറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ ബാങ്ക് US ഫെഡറൽ റിസർവ് ആണ്. ഇന്ത്യയിൽ സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും പറഞ്ഞു. ഡെഫിനീഷൻ പറയുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെൻട്രൽ ബാങ്ക് ഈസ് എ ബാങ്ക് ഇൻ എനി കൺട്രി ടു വിച്ച് ഹാസ് ബീൻ എൻട്രസ്റ്റഡ് ദി ഡ്യൂട്ടി ഓഫ് റെഗുലേറ്റിംഗ് ദി വോളിയം ഓഫ് കറൻസി ആൻഡ് ക്രെഡിറ്റ് ദാറ്റ് കൺട്രി. ആ കൺട്രിയുടെ കറൻസിയും ക്രെഡിറ്റിനെയും റെഗുലേറ്റ് ചെയ്യാനുള്ള മെയിൻ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? സെൻട്രൽ ബാങ്കിനാണ്. സാമുൽസൺ ഡെഫിനേഷൻ: എ സെൻട്രൽ ബാങ്ക് ഓപ്പറേറ്റ് ടു കൺട്രോൾ ഇക്കോണമി ആൻഡ് സപ്ലൈ ഓഫ് മണി ആൻഡ് ക്രെഡിറ്റ്. അപ്പോൾ സെൻട്രൽ ബാങ്ക് ഈസ് എ ബാങ്കാണ്. ആ ബാങ്ക് ഓപ്പറേറ്റ് ടു കൺട്രോൾ എക്കോണമി, സപ്ലൈ ഓഫ് മണി ആൻഡ് ക്രെഡിറ്റ് ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. പബ്ലിക് വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. എക്കോണമിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നാഷണൽ ഗവൺമെൻറ്റിനെ കോപ്പറേഷൻ നടത്തുന്നുണ്ട്. പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ഇല്ല. ഇത്രയും പോയിൻറ്റ്സാണ് പഠിക്കാനുള്ളത്. ഇനിയിപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയി. നമ്മൾ ക്ലാസ്സസൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇതുവരെക്കും പഠിച്ച എല്ലാ ക്ലാസ്സസിനെ കുറിച്ചും നിങ്ങൾ നോക്കുക. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, ഇതുവരെക്കും പഠിക്കുകയാണെങ്കിൽ എന്തൊക്കെ പഠിച്ചപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പഠിച്ചു, ബാങ്കിങ്ങിന് ഇന്ത്യയിൽ വന്ന് പഠിച്ചു, ബാങ്കിങ്ങിൻ്റെ ഡെഫിനേഷനും മീനിങ് പഠിച്ചു, ഫീച്ചേഴ്സ് ഓഫ് ബാങ്കിങ് പഠിച്ചു, ടൈപ്സ് ഓഫ് ബാങ്ക്സ് പഠിച്ചു, സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ പഠിച്ചു, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പഠിച്ചു, റോൾ ഓഫ് ബാങ്ക്സ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി സെൻട്രൽ ബാങ്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി ഇങ്ങനെ പഠിച്ചിട്ട് അപ്പോൾ ഈ ചാപ്റ്റർ കഴിയാറായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച പേജ് നമ്പർ ഏത് ഭാഗം പഠിച്ചിരിക്കുന്നത്? 47-ാം പേജ് നമ്പർ 47 അല്ല 45 ആണ് പഠിച്ചത്. പേജ് നമ്പർ 45 ആണ്. എക്സൽ പബ്ലിക്കേഷൻ്റെ ഡോക്ടർ എം നാരായണ കുട്ടി എന്ന സാറിൻ്റെ ആണ് പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.